ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ള ടെൻഷൻ അല്ലേ? എന്ത് കറി വെക്കും? അവർക്ക് എന്ത് കൊടുക്കണം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസിന്റെ കൂട്ടത്തിൽ നമുക്ക് ചിക്കൻ കറി മാത്രം മതി. ഇനി വെജ് കഴിക്കുന്നവരാണെങ്കിലോ വെജ് ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയും. അതല്ല നമ്മൾ ചോറ് വെക്കുവാണെങ്കിൽ അതിന് ഒഴിച്ചു കറി വെക്കണം, തോരൻ വെക്കണം, ചിക്കൻ കറി വേണം, അല്ലെ മീൻ കറി വേണം, ഫിഷ് ഫ്രൈ വേണം, അങ്ങനെ ഒത്തിരി കൂട്ടം കറി വേണം. ഇതാകുമ്പോൾ വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഒരു വെറൈറ്റിയുമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി അരി കഴുകി വൃത്തിയാക്കി അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് വെള്ളമെല്ലാം പോയി വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കാം. വെള്ളം എടുക്കുമ്പോൾ നമ്മൾ 1 കപ്പ് ബസ്മതി റൈസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. റൈസ് എടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ റൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഇപ്പത്തെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് അരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 2-3 തിള വരുമ്പോൾ, അതായത് ഒരു 1/4 വേവ് ആവുമ്പോഴേക്കും നമുക്ക് ഈ റൈസ് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ ഇതൊന്ന് കഴുകിയതിന് ശേഷം അത് വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ അരിയെല്ലാം കോരി പച്ചവെള്ളത്തിൽ ഒന്നുകൂടെ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്താണ്. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അരി ഒട്ടും പൊടിഞ്ഞു പോവാതെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ 2.5 കപ്പ് അരി എടുത്തേക്കുന്നത് കൊണ്ടാണ് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം എടുക്കാനായിട്ട്. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, അതായത് നമ്മുടെ ഉള്ളിയുടെ തണ്ടില്ലേ, അതിന്റെ അടിയിലുള്ള ആ വെളുത്ത ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗം, അത് നമുക്ക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് വേണം നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബീൻസും കുറച്ച് ക്യാബേജും അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം അതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് റെഡ് കളറും പിന്നെ കുറച്ച് യെല്ലോ കളറും കൂടിയാണ് അരിഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ചെറുതായിട്ടൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മുട്ട ചിക്കി വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി സോസും, അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എരിവിന് വേണ്ടി നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഒട്ടും തന്നെ അരി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം സോയാ സോസിലൊക്കെ ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനിയിപ്പോ നമുക്ക് തലേദിവസമായാലും റൈസ് വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.